ഒരു മഹാ അത്ഭുതം നടക്കാൻ പോകുന്നുണ്ട്. അതെന്താണ്? ഇല്ല. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത അറിയാമോ? ഈ സ്ഥലം നമ്മുടെ സാംസ്കാരിക നഗരമായ തൃശ്ശൂർ ജില്ലയിലെ നാട്ടികയല്ലേ? വേറെ പ്രത്യേകതയുണ്ട്. വേറെന്താണ്? നമ്മുടെ ബിസിനസ് മാഗ്നറ്റ് ആരാണ്? യൂസഫ് അലി സാർ. സാറിന്റെ സ്ഥലം, സാറിന്റെ സ്വന്തം സ്ഥലമാണ് നാട്ടിക. പൈതൃകങ്ങൾ അടങ്ങുന്നതാണ് ഈ നാട്ടിക. അതെ അതെ, തീർച്ചയായിട്ടും. ബീച്ചുണ്ട് തൊട്ടടുത്തായിട്ട്. ഒരുപാട് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം തന്നെ ഇവിടെ അടുത്താണ്. എന്ത് നിങ്ങൾക്ക് അറിയണ്ടേ? അത് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കണ്ടേ? നമുക്ക് മാത്രം അറിഞ്ഞാൽ മതിയോ? എന്തായാലും ഞങ്ങൾ കയറി നോക്കാം. അതെ ചേട്ടാ, ഇവിടെ എന്തോ ഒരു മകൻ അത്ഭുതം നടക്കണമെന്ന് ഞങ്ങൾ അറിഞ്ഞു. എന്താണ് സംഭവം? അത്ഭുതം വെച്ചാൽ 1000 രൂപക്ക് ഒരു വീട് കൊടുക്കാന്നുള്ള ഞാൻ 1000 രൂപക്ക് ഈ വീട് ഞാൻ കൊടുക്കുന്നു. 2 നില വീട്. 1000 രൂപ. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ബിൽഡിംഗ്? ഇത് 2000 സ്ക്വയർ ഫീറ്റ് അടുത്തുണ്ട്. 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഉള്ളിലുണ്ട്. ഈ എല്ലാ പണിയും കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് എന്തൊക്കെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട്? ഇവിടെ തൊട്ടടുത്ത് KVP സ്കൂളുണ്ട്. ഇവിടെ അതിന്റെ തൊട്ടബാക്കില് തൊട്ടടുത്തായിട്ട് UP സ്കൂളുണ്ട്. ഇവിടെ ഒരു സ്കൂളിന്റെ പേര് എന്താ സ്കൂളിന്റെ പേരത്? കഴിവില്ല വേറെ. ഇവിടെ ഹൈസ്കൂളുണ്ട് തൊട്ടടുത്ത്. UP സ്കൂളുണ്ട്, അതോടൊപ്പം ഹൈസ്കൂളും. പിന്നെ മോഡേൺ സ്കൂള്. ഇതില് ചുരുക്കി പറഞ്ഞാൽ തൊട്ടടുത്തായിട്ട് സ്കൂൾ വീണ്ടും ലെമറെന്ന് വലിയൊരു സ്കൂളുണ്ട്. അതേപോലെ ഞങ്ങൾ വന്നപ്പോ ഒരു കോടതി എന്നും പറഞ്ഞൊരു സംഗതി എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അത് കോടതി വളവാണത്. പണ്ടത്തെ ഒരു കർണന്മാരൊരു കൂടി വന്നിട്ട് ഒരു ഒരു സെന്റ് വസ്തുവിനോട് എത്ര രൂപ വില വരും? ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിനൊക്കെ ഇപ്പൊ സ്ഥലം കിട്ടാതെ ഇവിടെ 5 ലക്ഷം രൂപയോളം വിലയുള്ള സ്ഥലമാണ് ഇവിടെ. ഒരു സെന്റിന് 5 ലക്ഷം രൂപ. 2000 സ്ക്വയർ ഫീറ്റ് അടുത്തുണ്ട്. 2000 സ്ക്വയർ ഫീറ്റ്. 4 ബെഡ്റൂം ഉണ്ട്. 4 ബെഡ്റൂം ഉണ്ട്. എല്ലാ പണിയും കഴിഞ്ഞ ഒരു വീടാണ്. 1000 രൂപയ്ക്ക് ഒരു ഫിൽറ്ററും വേണ്ട, ഒന്നും വേണ്ട. 1000 രൂപയ്ക്ക് ഒരു കൂപ്പൺ എടുക്കുന്ന ഒരാൾക്ക് അവർക്ക് സ്വാഭാവികമായിട്ട് തോന്നാവുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾ എന്തിനാ ഉപയോഗിക്കുന്ന? ഞാൻ കടം വീട്ടാൻ വേണ്ടി കൊടുക്കുന്നു. കടമുണ്ട് നിങ്ങൾക്കുള്ള ജോലി? എനിക്ക് ബിസിനസ് ആയിരുന്നു. പിന്നെ ഈ ഹൈവേയിൽ വലിയ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. NHന്റെ വേറെ വാടക എടുത്ത് നടത്തിയിരുന്നു. അപ്പൊ അവര് നമുക്ക് 1.5 കിലോമീറ്റർ ആണ് ഹൈവേക്ക്. നാഷണൽ ഹൈവേ. പിന്നെ ഇവിടെ നമ്മൾ കണ്ട എന്തായാലും അത്ഭുതം ഞാൻ പറഞ്ഞാൽ 100% അത്ഭുതമാണ്. പിന്നെ ഭയങ്കര മതസൗഹാർദ്ദ സ്ഥലമാണ്. ഒരു അരിക്കരി അമ്പലമുണ്ട്. അതിന്റെ അപ്പുറത്ത് ഞങ്ങൾ നാട്ടിയ മോദി പള്ളിയുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഇർഷാദ് മദ്രസ ഉണ്ട്. കല്യാണ മണ്ഡലങ്ങൾ ഒന്നിനും എവിടെയും പോകേണ്ട കാര്യമില്ല. ഒക്കെ കൊടക്കുയിലുള്ള സ്ഥലം. അതെ, ഇതിപ്പോ ഞങ്ങൾ ഇവിടെ വന്നപ്പോ തന്നെ മനസ്സിലായില്ലേ, തൊട്ടടുത്തായിട്ട് ഇഷ്ടം പോലെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ബാക്കിയുള്ള പൈസകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ള കടങ്ങളൊക്കെ തീർത്ത് അല്ലേ? അതെ. അതേപോലെ ഈ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാന പരിപാടിയിൽ നിങ്ങൾ പങ്കാളിയാവാൻ എന്താണ് കാരണം? ഞാൻ നിങ്ങളെ ഈ പരിപാടി കണ്ട് ഇഷ്ടപ്പെട്ടതാണ് എനിക്ക്. കാരണം നിങ്ങൾ ഞാൻ അന്വേഷിച്ചിടത്തോളം നിങ്ങളെ കാര്യങ്ങളൊക്കെ സ്വരജമാണ്, കാര്യങ്ങളൊക്കെ കറക്റ്റായി പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ച് വന്നപ്പോൾ എനിക്കും അതിൽ അങ്ങാമെന്ന് തോന്നി. എൻ്റെ കാര്യത്തിലും ഒരു തീരുമാനങ്ങളാക്കി തരും എന്നുള്ള ചോദ്യം നിങ്ങളെ ഞാൻ ബന്ധപ്പെടാൻ കാരണം. അല്ല, ഞങ്ങൾ ഈ ഒരു കടയ്ക്കലുള്ള ഒരു, അതായത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലുള്ള ഒരാളിന് നമ്മളൊരു വീടിന്റെ വാർത്ത ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിന് അത് പരിപൂർണ വിജയമായിരുന്നു. അപ്പൊ അതിൽ 1ാം സമ്മാനം വീണ് കോഴിക്കോടുള്ള ഒരു കക്ഷിക്കാണ്. അപ്പൊ പുള്ളിക്ക് അവിടെ വന്ന് താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം ആ ഒരു അവിടുത്തെ മൂല്യം അനുസരിച്ചുള്ള തത്തുല്യ തുക വാങ്ങിയതിന് ശേഷം ആ കക്ഷിക്ക് തന്നെ വീട് തിരിച്ചു കൊടുത്തു. കാരണം അതൊരു ഗിഫ്റ്റ് പുള്ളിക്ക് കൊടുത്താണ്. കാരണം പുള്ളിക്ക് ഒരു വീടില്ലാത്ത ആളായിരുന്നു. എങ്കിൽ പോലും അവിടെ നിന്ന് സ്വന്തം നാടെന്ന് വന്ന് താമസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. അതായത് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്ത ഒരു രീതി. അതിലെന്ന് പറയുമ്പോൾ 8 മണിക്കൂറോളം ലൈവ് നടത്തി തത്സമയം ഈ ഒരു ഞങ്ങൾക്കിത് പൂർണ്ണമായി ജനങ്ങൾ ഏറ്റെടുത്ത് ഇത് നടക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഉള്ള ഒരു 2-3 പേർക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇത് കിട്ടുന്ന ചിലപ്പോൾ ഭാഗ്യവാൻ ചില വീടില്ലാത്ത ആളായിരിക്കാം. അവർക്ക് ഭാഗ്യത്തോടൊപ്പം ഇവിടെ ഉള്ള സാധാരണക്കാർക്ക് വസ്തുവുള്ളവർക്ക് നമ്മൾ 3-4 വീട് വെച്ച് കൊടുക്കുവാനും ട്രസ്റ്റ് തയ്യാറാണ്. അപ്പൊ എല്ലാവരും ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാ ഉദ്ദേശിക്കുന്ന എത്ര രൂപ? 1000 രൂപക്ക് 1000 രൂപ 2 നില വീട് 2000 സ്ക്വയർ ഫീറ്റ് കൊടുക്കുന്നതായിരിക്കും. ഒരു സംശയം ആലോചന പറഞ്ഞത് ഒരു സംശയമില്ല. ഒരു ഇതില്ല. 100% 1000 രൂപക്ക് ഇത് കൊടുത്തില്ല. 1000 രൂപയ്ക്ക് ടോക്കൺ അടിച്ചാൽ നിങ്ങൾ കറക്റ്റാ കൊടുത്തിരിക്കും. അതെന്തെങ്കിലും പറയൂ? അപ്പം എനിക്ക് ഇതിലും വലിയ സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ കൊടുത്തു പോയാളാ. പിന്നെ ഈ ഒരു വീട് കൊടുക്കാൻ ഒരു പ്രയാസമല്ല.
മനസ്സിലായോ? പക്ഷെ അതിന് ട്രസ്റ്റുകാർ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു 500 രൂപ പത്രത്തിൽ ഒരു കലക്കൻ എഗ്രിമെന്റ് ഇടുന്നുണ്ട്. ഞാൻ തയ്യാറാണ്. അതെന്താണെന്നറിയാം, ഈ ജനങ്ങളിൽ നിന്ന് നമ്മൾ സമാഹരിക്കുന്ന, നിങ്ങൾ വാങ്ങുന്ന പൈസ അല്ലെങ്കിൽ ട്രസ്റ്റ് വാങ്ങുന്ന പൈസ, അതിനൊരു ഗ്യാരണ്ടി, അതാണ് അവിടെ ഉദ്ദേശം. ഞാൻ പരിസരമാണ്. നിങ്ങൾ പറയുന്ന ഇതിൽ ഒപ്പിട്ടിട്ട് അത് കറക്റ്റ് ജനങ്ങൾക്ക് എത്തിക്കുന്ന ഒരു ആഗ്രഹം തന്നെയാണ്. നിങ്ങളുടെ ഒരു പരിപാടി കണ്ടിട്ട് ഞാൻ കൂടാൻ കാരണം നിങ്ങൾ വെറും 1000 രൂപയ്ക്ക് നിങ്ങൾ കൊടുക്കും. കൊടുത്തിരിക്കും തീർച്ചയായും. 100%. 100%. 1000%. എത്ര ടിക്കറ്റാണ് ഉൾപ്പെടുന്ന? എത്ര ടിക്കറ്റാണ് നിങ്ങൾ? ഒരു 15,000 ടിക്കറ്റിൽ അവസാനിപ്പിക്കും. വെറും 15,000 ടിക്കറ്റ്. 15,000 ടിക്കറ്റ്. ചുമ്മാ അത് മതി. എനിക്കെന്റെ പ്രശ്നം അത് തീരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് അതുകൊണ്ട് ഏകദേശം 75 ലക്ഷത്തിൽ കൂടുതൽ ഈ വീടിന് വില വരും. വരട്ടെ, കടമെല്ലാം ഒതുങ്ങല്ലോ. ഓക്കെ. വെറും 15,000 രൂപ, 15,000 ടിക്കറ്റ് 1000 രൂപ വെച്ചുള്ളത് നിങ്ങൾ എല്ലാവരും എടുത്ത് ഇദ്ദേഹത്തിന് ജീവിതത്തിലോട്ട് നയിക്കണം. അല്ല, അത് മാത്രമല്ല, നമ്മുടെ ട്രസ്റ്റിന്റെ ID കാർഡ് ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. അത് കൂടെ ഉണ്ട്. അത് ഞങ്ങൾക്ക് അതാ ഈ ഒരു ഇതിലിതാ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു മെമ്പറും കൂടെ ആയിരിക്കുകയാണ് ഇദ്ദേഹം. ഇനിയുള്ള ചാരിറ്റി ഉണ്ടാകുന്ന എന്ത് കൂടെ എപ്പോഴും കാണും. അതിന് 100% തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കൂടെ എല്ലാം സഹായിക്കും. ഇനിയും നമ്മളെ ഭാഗത്ത് നിങ്ങൾക്ക് പോലത്തെ സഹായിക്കാൻ ആൾക്കാരെ എത്തിച്ചു തരുന്നതായിരിക്കും. എന്തായാലും എല്ലാ മാന്യ പ്രേക്ഷകരും, ഞങ്ങളെ അറിയാമല്ലോ, വാർത്താ പരിപാടി എന്ന ലൈവ് ഷോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 പേരാണ്. എൻ്റെ പേര് ഹർഷകുമാർ, ഇത് അനുജ പ്രകാശ്. നിങ്ങൾക്കുള്ള പരാതികളും ആവലാതികളും ഡിപ്പാർട്ട്മെന്റുകളിൽ എത്തിക്കുന്ന, അതോടൊപ്പം എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ എത്തി നിങ്ങൾക്ക് നടപടി ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ഒരു ഇതുമായി മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ് ഞങ്ങളുടെ ചാനലും ട്രസ്റ്റും. എന്തായാലും എല്ലാ മാന്യ പ്രേക്ഷകർ ഇദ്ദേഹത്തിൽ നിന്ന് 1000 രൂപ ടോക്കൺ എടുത്ത് ഇദ്ദേഹത്തിനെ ഇനി വരുമ്പോൾ സഹായിക്കണം, 100% സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രൈസ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീടാണ്, 1000 രൂപയ്ക്ക് കിട്ടുന്നവർക്ക്. രണ്ടാമത് ഞാൻ സെക്കൻഡ് പ്രൈസ് ഒരു സ്കൂട്ടറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ തേർഡ് പ്രൈസ് ഒരു 32 ഇഞ്ചിന്റെ ഒരു TV ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ ഒരു പ്രോത്സാഹന സമ്മാനങ്ങൾ, മറ്റേ സമ്മാനങ്ങളും ഇതിലുണ്ടായിരിക്കുന്നതായിരിക്കും.